ക്ഷേത്രത്തിൽ ക്രൈസ്തവ ഗാനം പാടിയത് വലിയ ചർച്ചയായിരുന്നു. അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ ആളുകൾ രംഗത്ത് വന്നു. നന്ദഗോവിന്ദം ഭജൻസിനെ ചേർത്ത് പിടിച്ച പലരും പെട്ടെന്ന് നിലപാട് മാറ്റിയതും കണ്ടു. ഒടുവിൽ ക്ഷേത്ര ഭാരവാഹികൾ വിശദീകരിക്കുകയാണ്. ഗാനം പാടിയത് തെറ്റായും അപരാധമായും കാണുന്നില്ല എന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. ജാതിമത ഭേദമന്യേ ആളുകൾ പങ്കെടുത്ത പരിപാടിയാണ്. ദേശവിളക്കിന് ക്ഷേത്രത്തിൽ വിളക്ക് കൊളുത്തുമ്പോൾ ക്രിസ്ത്യാനികളും തിരിതെളിക്കാറുണ്ട്. താലപ്പൊലി പോകുമ്പോൾ അവർ വഴിയരികിലും തിരിതെളിക്കും. അതാണ് ഈ നാട്ടിലെ സമ്പ്രദായവും ഏകതയും. വിവാദം ഇളക്കിവിട്ട് സൗഹാർദ്ദത്തെ തകർക്കരുതേ എന്നും ക്ഷേത്ര ഭാരവാഹികൾ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കി. എത്ര പെട്ടെന്നാണ് നമുക്ക് ആളുകൾ പ്രിയരും അപ്രിയരുമായി മാറുന്നത്. സമീപകാലത്തെ പല സംഭവങ്ങളുടെയും തുടർച്ചയാണ് നന്ദഗോവിന്ദം ഭജൻസ് നേരിടേണ്ടി വന്ന ഈ സൈബർ അറ്റാക്ക്. വിഷു മന്തി പരസ്യ വിവാദം ഇപ്പോൾ കണ്ടതേയുള്ളൂ. അത് പൂർണ്ണമായും എതിർക്കപ്പെടേണ്ടതാണ്. ഒരു വിശ്വാസ സമൂഹത്തെ മുറിപ്പെടുത്താനുള്ള ശ്രമം ഒരിക്കലും ന്യായീകരിക്കപ്പെടേണ്ടതല്ല. എന്നാൽ അതേ നിലയിൽ തന്നെ ഒരു നാടിന്റെ സൗഹാർദ്ദത്തിന്റെ ഭാഗമായി ഒരു ഗാനം അവതരിപ്പിച്ചതിനെ വിലയിരുത്തരുത്. രണ്ടും രണ്ടാണ്. അത് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമുള്ള പരസ്പര ഉൾക്കൊള്ളലാണ്. ആ സ്നേഹമല്ലേ നമുക്ക് വേണ്ടത്.